നമസ്കാരം. പുനർജന്മത്തിൽ വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ. പക്ഷേ അങ്ങനെയൊരു ജന്മമുണ്ടെങ്കിൽ മരിച്ച് ദൈവത്തിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ദൈവം ചോദിക്കുകയാണ് നിനക്ക് ആരാകണം എന്ന് ചോദിച്ചാൽ ഞാൻ ഒരിക്കലും പിണറായി വിജയൻ ആകണമെന്ന് പറയില്ല. കാരണം പിണറായി വിജയൻ ഒരുപാട് സുഖസൗകര്യങ്ങൾ അനുഭവിച്ചൊരു നേതാവാണ്. കുട്ടിക്കാലത്തൊക്കെ അദ്ദേഹം വളരെ കഷ്ടപ്പെട്ടു എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ഉറട്ടിയൊക്കെ മടക്കി കോളേജിൽ കൊണ്ടുപോയ കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അല്ലാതെ അദ്ദേഹം അതിനുശേഷം പിണറായി വിജയൻ എന്നും ഭയപ്പെടുന്ന ഒരു നേതാവ് തന്നെയായിരുന്നു. അദ്ദേഹത്തോടൊപ്പം ഒരു ലക്ഷക്കണക്കിന് ആൾക്കാരാണ് അദ്ദേഹത്തെ പിന്തുടർന്നിരുന്നത്. ഒരു കാര്യം പറഞ്ഞാൽ പോലും അത് ചെയ്യാൻ പതിനായിരക്കണക്കിന് ആൾക്കാർ, ആയിരക്കണക്കിന് അണികൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അങ്ങനെ ഒരു രാജാവിൻ്റെ പത്രാസോടും പ്രൗഢിയോടും കൂടിയാണ് പിണറായി വിജയൻ ജീവിച്ചത്. പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോഴും അതുതന്നെയാണ്. 1.5 വർഷമോ മന്ത്രിയായിരുന്നപ്പോൾ കാണിച്ചതാണ് ലാവ്ലിൻ കേസ്. അങ്ങനെ പിണറായി വിജയൻ്റെ മകൾ വീണയ്ക്ക് കോയമ്പത്തൂരിലെ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ അഡ്മിഷനു വേണ്ടി പോയ കാര്യം ബെർലിൻ കുഞ്ഞനന്ദൻ നായർ തൻ്റെ ഒളിക്യാമറകൾ പറയാത്തത് എന്ന പുസ്തകത്തിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷനിൽ പിണറായി വിജയനെയും കുടുംബത്തെയും സ്വീകരിക്കാൻ എത്തിയത് കോയമ്പത്തൂരിലെ വൻ പണക്കാരനും വ്യവസായിയുമായ വരദരാജൻ്റെ ആൾക്കാരായിരുന്നു. വരദരാജൻ്റെ വീട്ടിലാണ് അദ്ദേഹം വിശ്രമിച്ചത്. അവിടെ നിന്നാണ് ഭക്ഷണം കഴിച്ചത്. വീണയുടെ ലോക്കൽ ഗാർഡിയൻ അദ്ദേഹമായിരുന്നു. അങ്ങനെ ഒരു രാജാവിൻ്റെ പത്രാസോടുകൂടിയാണ് പിണറായി പാർട്ടി സെക്രട്ടറി ആയിരുന്ന കാലത്തും ജീവിച്ചത്. പിന്നെ മുഖ്യമന്ത്രി ആയതിനു ശേഷമുള്ള കാര്യമെല്ലാം നമുക്കറിയാം. മുഖ്യമന്ത്രി ആയതിനു ശേഷം 40 വാഹനങ്ങളുടെയും 400 പോലീസുകാരുടെയും അകമ്പടി, 1ാമത്തെ നിലയിൽ നിന്ന് 2ാമത്തെ നിലയിലേക്ക് കയറാനായി ലിഫ്റ്റ്, 4.5 ലക്ഷം രൂപയുടെ ചാണകക്കുഴി, ഭാര്യയെയും മകളെയും ചെറുമകനെയും കൂട്ടി വിദേശ സർക്കിട്ടുകൾ, വാടക ഹെലികോപ്റ്റർ, കിയ കാർണിവൽ, ഇന്നോവ ക്രിസ്റ്റ, പശുത്തൊഴുത്ത്, അങ്ങനെ എന്തെല്ലാം സൗകര്യങ്ങളാണ് പിണറായി വിജയൻ ഉണ്ടായിരുന്നത്. പിണറായി വിജയനെ പോലെ സുഖിച്ച ഒരു നേതാവ് ഉണ്ടായിരിക്കില്ല. പക്ഷേ എല്ലാത്തിനും ഒരു തിരിച്ചടി നമുക്ക് കിട്ടുമെന്നുള്ളതാണ്. നമ്മൾ എന്ത് പ്രവൃത്തി ഇവിടെ ജീവിച്ചിരിക്കുന്ന സമയത്ത് ചെയ്യുന്നോ അതിൻ്റെ ഒരു തിരിച്ചടി നമുക്ക് കിട്ടും. അഥവാ എന്തെങ്കിലും ഒരു കാരണവശാൽ നമുക്ക് എന്തെങ്കിലും ഒരു അപകടം പറ്റി നമ്മൾ മരണപ്പെട്ടാൽ പോലും നമ്മുടെ പിൽക്കാലങ്ങൾ അത് അനുഭവിക്കേണ്ടി വരും. നമുക്ക് ചുറ്റുമുള്ള ആൾക്കാരെ എടുത്തു നോക്കിയാൽ നമുക്കത് മനസ്സിലാകും. ഇത് അന്ധവിശ്വാസമെന്നോ എന്ത് പേരിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് വിളിക്കാം. കാരണം നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാരെ മാത്രം എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് ഈ കാര്യം മനസ്സിലാക്കാൻ കഴിയും. കൂടുതൽ ക്രൂരതകളും മറ്റുള്ളവരെ ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്ത ആൾക്കാരുടെ അവസാനവും അവരുടെ പിൽക്കാലങ്ങളും ഒക്കെ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന്. ഇതൊരു പ്രപഞ്ച സത്യമാണ്. അവിടെ ദൈവമുണ്ടോ, ഈശ്വരനുണ്ടോ, അള്ളാഹുണ്ടോ, അയ്യപ്പനുണ്ടോ എന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല. പക്ഷേ ഒരു പ്രപഞ്ച ശക്തി നമ്മളെല്ലാം നിയന്ത്രിക്കുന്ന, നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളെയും കാണുന്ന ഒരു പ്രപഞ്ച ശക്തിയുണ്ട്. നമുക്ക് കഴിയുന്ന ഏറ്റവും ലളിതമായിട്ടുള്ളൊരു കാര്യം, നമ്മൾ മറ്റുള്ളവരെ സഹായിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, മറ്റുള്ളവരുടെ കണ്ണീര് ഈ ഭൂമിയിൽ വീഴ്ത്താതെ ജീവിക്കുക എന്നുള്ളതാണ്. നമ്മൾ നമ്മുടെ കാര്യം നോക്കി ജീവിക്കാം. നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. മദ്യപിക്കാം, അല്ലെങ്കിൽ വ്യഭിചരിക്കാം, ഏത് വേണമെങ്കിലും. അത് ഓരോ വ്യക്തിയുടെ സ്വഭാവത്തെ അടിസ്ഥാനമാക്കിയിരിക്കും. പക്ഷേ അതൊന്നും മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലാവരുത് എന്നേ ഉള്ളൂ. എന്തായാലും ഞാൻ പറഞ്ഞു വന്നത് പിണറായി വിജയനെ പോലെയാണ്. ഞാൻ മരിച്ചിനിപ്പോൾ മുകളിൽ ചെന്ന് കഴിഞ്ഞാലും ദൈവം ചോദിക്കും നിനക്ക് ആരാകണം. ചിലപ്പോൾ ഒരു 4-5 ഓപ്ഷൻ വയ്ക്കുമായിരിക്കും. അതിൽ ഏറ്റവും മികച്ചത് ഒരുപക്ഷെ നമുക്ക് കാണുന്നത് പിണറായി വിജയനുമായിരിക്കും. ഞാൻ ഒരിക്കലും പിണറായി വിജയൻ്റെ പേര് ചൂസ് ചെയ്യില്ല. കാരണം പിണറായി വിജയനെ പോലെ ഹതഭാഗ്യനായ ഒരാൾ ഈ ഭൂലോകത്തില്ലെന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോൾ വരുന്ന ചില കാര്യങ്ങളൊക്കെ. പാർട്ടിയിൽ പോലും അദ്ദേഹത്തെ തള്ളിക്കളയുന്ന ഒരു നിലപാട്, താഴേക്കിടയിലുള്ള അന്തം കമ്മികൾ പോലും തെറിവിളിക്കുന്ന ഒരവസ്ഥയിലേക്ക് പിണറായി വിജയൻ എത്തിയിരിക്കുന്നു. 40 കാറും 400 പോലീസുകാരും ഒന്നുമില്ല. ഇപ്പോൾ ആകെയുള്ളത് ഒരു വാടകക്കാർ പോലെ, ടാക്സി കാർ പോലെയുള്ള ഒരു ഇന്നോവ ക്രിസ്റ്റയിലാണ് പിണറായി വിജയൻ്റെ പോക്കും വരവുമൊക്കെ. പക്ഷേ പ്രതിപക്ഷ നേതാവാണെങ്കിലും പിണറായി വിജയൻ സത്യപ്രതിജ്ഞ ചെയ്യണം. കാരണം അദ്ദേഹം ധർമ്മടത്തെ MLA ആണ്. ആരുടെ മുന്നിലാണ് സത്യപ്രതിജ്ഞ ചെയ്യേണ്ടത്? ജി സുധാകരൻ്റെ മുന്നിൽ. ജി സുധാകരൻ്റെ മുന്നിലാണ് പിണറായി വിജയനും സജി ചെറിയാനും അടക്കമുള്ള CPM MLA-മാരൊക്കെ സത്യപ്രതിജ്ഞ ചെയ്യേണ്ടത്. ഇന്നലെ ചേർന്ന മന്ത്രിസഭാ യോഗം പ്രോ ടൈം സ്പീക്കറായി നിയമിച്ചതുകൊണ്ട് മറ്റന്നാൾ ജി സുധാകരനാണ് മറ്റ് MLA-മാർക്കൊക്കെ സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കേണ്ടത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ജി സുധാകരനുമാണ് സഭയിലെ ഏറ്റവും മുതിർന്ന അംഗങ്ങൾ. ജി സുധാകരനോട് സംസാരിച്ച ശേഷമാണ് അദ്ദേഹത്തെ പ്രോ ടൈം സ്പീക്കർ സ്ഥാനത്തേക്ക് നിയോഗിക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചത്. മറ്റ് അംഗങ്ങളെ പ്രതിജ്ഞ ചൊല്ലിക്കുക മാത്രമാണ് പ്രോ ടൈം സ്പീക്കർ എന്ന നിലയിലെ ഉത്തരവാദിത്വം. ഇന്നോ നാളെയോ ലോക്ഭവനിലെത്തി ആദ്യം ജി സുധാകരൻ സത്യപ്രതിജ്ഞ ചെയ്ത് MLA ആകും. തുടർന്ന് മറ്റന്നാൾ മറ്റുള്ളവർക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുകയും ചെയ്യും. സത്യപ്രതിജ്ഞ ചെയ്യാതെ വിട്ടുനിൽക്കുന്നവർക്ക് പിന്നീട് സ്പീക്കറുടെ ചേംബറിലെത്തി പ്രതിജ്ഞ ചെയ്ത് MLA ആകാം. എന്നാൽ 21-ന് പ്രതിജ്ഞ ചെയ്യാത്തവർക്ക് 22-ന് നടക്കുന്ന സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുമാകില്ല. എന്തായാലും പിണറായി വിജയന് ഒരു കത്രികപ്പൂട്ട് വീണതുപോലെയാണ് ഇപ്പോഴത്തെ തീരുമാനം. അതായത് പ്രോപ് ടൈം സ്പീക്കറുടെ ഒരു ചുമതല എന്ന് പറഞ്ഞാൽ MLA-മാരെ സത്യപ്രതിജ്ഞ ചെയ്യിക്കുക എന്നുള്ളതാണ്. അവിടെ ഈ സുധാകരൻ്റെ മുന്നിൽ പിണറായി വിജയൻ വന്ന് നിന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഒരു രംഗം കുളിരു കോരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ആലോചിച്ചിട്ട് അത് പിണറായി വിജയനോടുള്ള വ്യക്തി വിരോധം കൊണ്ടല്ല,
പാർട്ടി വിട്ട് തനിക്ക് കിട്ടാത്ത അംഗീകാരം, തന്നെ അവഗണിക്കുന്നു എന്ന തോന്നൽ ഉണ്ടായതുകൊണ്ട് പാർട്ടിയിൽ നിന്ന് പുറത്തുപോയി മത്സരിച്ച ജി സുധാകരൻ. ആ സമയത്ത് അദ്ദേഹത്തെക്കുറിച്ച് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിൽ പിണറായി വിജയൻ പ്രസംഗിച്ചതൊക്കെ നമുക്കറിയാം. അദ്ദേഹത്തെ ചെറ്റ എന്ന് വിളിച്ചു പോലും അധിക്ഷേപിച്ചു ഇൻഡയറക്റ്റ്. തനിക്ക് പാർട്ടിയിൽ നിന്ന് അംഗീകാരം കിട്ടുന്നില്ലെന്നും തന്നെ അവഗണിക്കുന്നു എന്നും ആരോപിച്ചുകൊണ്ടാണ് ജി സുധാകരൻ പാർട്ടിയിൽ നിന്ന് പുറത്തുപോയി വിമതനായി മത്സരിച്ചു ജയിച്ചത്. അവിടെ സുധാകരൻ തോൽക്കുമെന്നാണ് എല്ലാവരും കരുതിയിരുന്നത്. പക്ഷേ 25,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ സുധാകരൻ അവിടെ ജയിച്ചു കയറുന്ന കാഴ്ചയാണ് കേരളം കണ്ടത്. അതിന് കാരണക്കാരൻ ഒരാൾ കൂടിയാണ് സുധാകരൻ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകാൻ, സജി ചെറിയാൻ്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടം ക്രിമിനലുകൾ ആലപ്പുഴ ജില്ലയിലെ CPM-നെ കൈയടക്കി വെച്ചിരിക്കുകയാണ് എന്ന് സുധാകരൻ തുറന്നടിച്ച് പറയുകയും ചെയ്തു. എന്തായാലും പിണറായി വിജയൻ അതിനുശേഷം അവിടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തി ചെറ്റത്തരം കാണിക്കുന്നു എന്ന തരത്തിലൊക്കെ അദ്ദേഹത്തെ ജി സുധാകരനെ വളരെ മോശമായി പിണറായി വിജയൻ സംബോധന ചെയ്തുകൊണ്ട് പ്രസംഗിച്ചു. അതൊക്കെ വലിയ പ്രതിഷേധത്തിനിടയാക്കി. പക്ഷേ അപ്പോഴൊക്കെ നിശബ്ദത പാലിച്ചിരുന്നു. വലിയ രീതിയിലുള്ള സുധാകരൻ്റെ സ്വതസിദ്ധമായ മറുപടിയൊന്നും അദ്ദേഹം കൊടുത്തിരുന്നില്ല. പക്ഷേ ഇപ്പോൾ കാര്യങ്ങളൊക്കെ കറങ്ങി തിരിഞ്ഞു വന്നിരിക്കുകയാണ്. എല്ലാ പ്രതീക്ഷകളെയും അസ്തമിപ്പിച്ചുകൊണ്ട് LDF കനത്ത തോൽവിയിലേക്ക് കൂപ്പുകുത്തി. പിണറായി വിജയൻ മാത്രം കഴിഞ്ഞ തവണത്തേതിൻ്റെ പകുതിയിൽ താഴെ വോട്ടുകൾക്ക് പിണറായി വിജയൻ വിജയിച്ചു, സജി ചെറിയാനും വിജയിച്ചു. അപ്പോൾ ഇവരാണ് ഏറ്റവും കൂടുതൽ ഇത്തരത്തിൽ ജി സുധാകരനെ എതിർത്തത്. ആ സുധാകരൻ്റെ മുന്നിൽ വന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്കൊരിക്കലും പിണറായി വിജയനെ പോലെ ആകണ്ട എന്ന്. കാരണം പിണറായി വിജയനെ പോലെ ഒരു ഭാഗത്ത് നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാം പിണറായി വിജയനെ പോലെ മഹാഭാഗ്യവാൻ വേറെ ആരുമില്ലെന്ന്. പക്ഷേ ഇത്രയധികം നാണം കെട്ട അവസ്ഥയിലൂടെ കടന്നുപോയ മറ്റൊരു രാഷ്ട്രീയ നേതാവുണ്ടോ? ഒരു രാഷ്ട്രീയ നേതാവും ഇല്ല. കേരളത്തിലെ ഏത് രാഷ്ട്രീയ നേതാവിൻ്റെ ചരിത്രവും നിങ്ങളെടുത്ത് പരിശോധിച്ചോളൂ. അവിടെ ആകെ ജയിലിൽ കിടന്നത്, ഇടമലയാർ കേസുമായി ബന്ധപ്പെട്ട് ജയിലിൽ കിടന്നത് R ബാലകൃഷ്ണപിള്ള മാത്രമാണ്. അത് അഴിമതി കേസെന്ന് പറയാം. അത് പക്ഷേ 1.5 വർഷം ജയിലിൽ കിടന്നു, അദ്ദേഹം പുറത്തു പോയി. ബാക്കി മറ്റേ മണിയനും MB ജയരാജനുമൊക്കെ പല പരാമർശങ്ങൾ നടത്തി 1-2 തവണ ദിവസങ്ങൾ ജയിലിൽ കിടന്നു എന്നുള്ളതൊഴിച്ചാൽ അവർക്കൊന്നും അത് വലിയ നാണക്കേടായിട്ടും നമുക്കും ഫീൽ ചെയ്യുന്നില്ല. പക്ഷേ പിണറായി വിജയന് തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുന്ന ഈ നാണക്കേടുകൾ അദ്ദേഹം ചെയ്തു കൂട്ടിയ പാപങ്ങളുടെ ഫലം തന്നെയാണ്. ഒരു മനുഷ്യനെ പോലെ ജീവിച്ചിരുന്നെങ്കിൽ, സാധാരണ ഒരു രാഷ്ട്രീയ നേതാവിനെ പോലെ പെരുമാറിയിരുന്നെങ്കിൽ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഇതൊന്നും വരുമായിരുന്നില്ല. ഇതൊക്കെ കർമ്മഫലം എന്നാണ് ഞാൻ കരുതുന്നത്. ആ കർമ്മഫലം ആണ് പിണറായി വിജയൻ ഇപ്പോൾ തിരിച്ചടിച്ചിരിക്കുന്നത്. എന്തായാലും മറ്റന്നാൾ ആ സത്യപ്രതിജ്ഞ TV-യിലെങ്കിലും കാണാം എന്ന ഒരു ആശ്വാസത്തോടു കൂടി നിർത്തുന്നു. വീണ്ടും കാണാം.